ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഖറിയ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന് മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭർസിക്കുന്നു, യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭർസിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട്, മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവീനെന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അവൻ്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വയ്ക്കട്ടെ എന്ന് അവൻ കൽപ്പിച്ചു. അങ്ങനെ അവർ അവൻ്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെച്ചു, അവനെ വസ്ത്രം ധരിപ്പിച്ചു. യഹോവയുടെ ദൂതനോ അടുക്കെ നിൽക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ യോശുവയോട് സാക്ഷീകരിച്ചതെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ, നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. യോശുവ മഹാപുരോഹിതൻ ദൈവത്തിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അവിടെ സാത്താനും വന്നു. സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. ദൈവസന്നിധിയിൽ ഒരു ദൈവപൈതൽ പ്രാർത്ഥനയുമായി കടന്നു ചെല്ലുമ്പോൾ അവിടെ ആ ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ, ഹൃദയത്തിൽ പാപം ഉണ്ടെങ്കിൽ അത് വെല്ലുവിളിച്ചുകൊണ്ട് അവൻ്റെ ആവശ്യങ്ങളെ നിഷേധിക്കുവാൻ, അവനെ തടയുവാൻ, അവൻ്റെ അനുഗ്രഹങ്ങൾ തടയുവാൻ വേണ്ടി അസൂയാലുവായ ദുഷ്ടനായ പിശാച്, മനുഷ്യൻ്റെ ശ്രേയസ്സിൽ അസൂയാലുവായ പിശാച് അവിടെ കടന്നു ചെല്ലും. ആത്മീയ ഗോളത്തിലുള്ള വലിയ ഒരു പോരാട്ടമാണത്. ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ നാം നമ്മുടെ കാര്യങ്ങൾ ഉണർത്തിക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കാനായി കടന്നു ചെല്ലുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ പിശാച് അവകാശം പറയും. അതാണ് പലപ്പോഴും നമ്മുടെ അനുഗ്രഹത്തെ തടയുന്നത്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ യോശുവ മഹാപുരോഹിതനാണ്. ഒരുപാട് ക്ലെയിംസ് വേണമെങ്കിൽ, അവകാശങ്ങൾ വേണമെങ്കിൽ പറയാം. ഞാനൊരു മഹാപുരോഹിതനല്ലേ, ദൈവമേ എന്നോട് കരുണ തോന്നി, എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരണം, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണം, നിൻ്റെ ജനത്തെ നടത്താനുള്ള ശക്തി തരണം, ഇതൊക്കെ ചോദിക്കാം. പക്ഷേ പാപം ജീവിതത്തിലുണ്ടെങ്കിൽ അവിടെ പിശാച് അവകാശം പറഞ്ഞു ചെല്ലും. എന്നാൽ യോശുവയുടെ ജീവിതത്തിൽ പാപം ഉണ്ട്. അതുകൊണ്ടാണല്ലോ മുഷിഞ്ഞ വസ്ത്രം എന്ന് പറഞ്ഞാൽ അത് പാപത്തെ സൂചിപ്പിക്കുകയാണ്. ജീവിതത്തിൽ പാപമുണ്ട്, ഹൃദയത്തിൽ പാപമുണ്ട്, മനോഭാവങ്ങൾ, ആറ്റിറ്റ്യൂഡ്സിൽ പാപമുണ്ട്, ആക്ഷൻസിൽ പാപമുണ്ട്, റിയാക്ഷൻസിൽ പാപമുണ്ട്. പ്രിയപ്പെട്ടവരെ, സംസാരത്തിൽ പാപമുണ്ട്, നോട്ടത്തിൽ പാപമുണ്ട്, ചിന്തയിൽ പാപമുണ്ട്. ഇതെല്ലാം നമ്മുടെ അവസ്ഥയാണ് ഈ പറയുന്നത്, നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥയാണ്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്. പക്ഷേ യോശുവ മഹാപുരോഹിതൻ ആ വസ്ത്രത്തിലൊരു മുഷിവ് പറ്റി, എന്തോ ജീവിതത്തിലൊരു ചെറിയ കുറവുണ്ട്. എന്നാൽ അവിടെ പിശാച് അവകാശം പറഞ്ഞ് ചെന്നു എങ്കിലും യോശുവയുടെ ഹൃദയം കണ്ട കർത്താവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യോശുവ മഹാപുരോഹിതൻ്റെ ഹൃദയം കണ്ടു. ആ ഹൃദയത്തിൻ്റെ അവസ്ഥ സഖറിയ പ്രവാചകനെ വെളിപ്പെടുത്തി കൊടുത്തു ദൈവം. പരിശുദ്ധാത്മാവുള്ള ഒരു പ്രവാചകന് മറ്റൊരാളുടെ ആത്മീയമായ അവസ്ഥ വെളിപ്പെട്ട് കിട്ടും. ആത്മാവ് അത് വിവേചിച്ച് പറഞ്ഞു കൊടുക്കും. ഞാൻ ഓർക്കുന്നു, ഈ
ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്നതായ ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറിൻ്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന, ഇപ്പോഴും നടക്കുന്നതായ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൽ ഒരു സമയത്ത് ഞാൻ ദൈവസന്നിധിയിൽ വന്നപ്പോൾ, ദൈവദാസൻ്റെ മുമ്പിൽ വന്നു, എൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പോൾ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പോലും, ഒരിക്കലും ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദേവദാസനിൽ കൂടെ, യോഹന്നാൻ സാറിൽ കൂടെ എന്നോട് സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ദൈവം ഓരോന്ന് തൻ്റെ മക്കളെക്കുറിച്ചുള്ള ആ ആലോചനകൾ, മക്കളുടെ അവസ്ഥ, ആത്മാവുള്ള ദൈവദാസന്മാർക്ക്, പ്രവാചകന്മാർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കും. ആത്മാവിൻ്റെ വിവേചനമുണ്ട് അവർക്ക്. ആത്മാവിൻ്റെ വിവേചനമുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൂട്ടായ്മ ദൈവത്തിൻ്റെ കൃപയാൽ മഹാഭാഗ്യമായി പോയി. അങ്ങനെ ഒരു കൂട്ടായ്മ പാവപ്പെട്ട ഞങ്ങൾക്കൊക്കെ ലഭിച്ചല്ലോ. എൻ്റെ ദൈവമേ, സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തിക്കൊണ്ടുവന്നു. ഇന്നും ആ ശക്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിൻ്റെ തിരുമുഖം കണ്ടുകൊണ്ട്, കൃപയിൽ ചാരിക്കൊണ്ട്, യേശുക്രിസ്തുവിനെ ക്രൂശിനെ മാത്രം വരച്ചു കാട്ടിത്തന്ന, ക്രൂശിലെ രക്ഷയും ക്രൂശിലെ സ്നേഹവും മാത്രം അനുഭവവേദ്യമാക്കി തന്ന, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ച് പരിശുദ്ധാത്മാവിനെ പകർന്നു തന്നുകൊണ്ടിരുന്നതായ ആ വലിയ ശക്തിയേറിയ വചനം അനുഭവിച്ച് വിശ്വസിച്ച് ചേർന്ന് വന്നതുകൊണ്ട് ഇന്നും തെല്ലും സംശയമില്ല. പ്രിയപ്പെട്ടവരെ, തെല്ലും കുലുക്കമില്ല. ആത്മാവിനെ പൂർണ്ണമായി വിശ്വസിച്ച് നിൽക്കുകയാണ്. ദൈവത്തെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവൻ തരുന്നു. ക്രിസ്തു സ്നേഹിക്കുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹം തരുന്നു. പാവപ്പെട്ട ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നു. എല്ലാം മഹാഭാഗ്യമല്ലേ? പ്രാർത്ഥന കേൾക്കുന്നവർ യേശു ജീവിക്കുന്നു, അവനനുഭവങ്ങൾ തരുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ഞാനിങ്ങനെ പറയുകയാണ്. ഞാനൊരു ദിവസം ചെറിയ ചെറിയ കാര്യങ്ങളാണ് എനിക്ക് തോന്നും. എൻ്റെ പറമ്പിൽ ഒരു വാഴ പിരിച്ചു വയ്ക്കാനുള്ള പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എൻ്റെ അതിർത്തിയോട് ചേർന്നാണ്, മതിലുണ്ട്, അതിൻ്റെ അകത്തൊരു വാഴ നിൽക്കുന്നു. അതൊന്ന് ചോടെ കിളച്ച് ഇളക്കിയെടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ട് നടാനുള്ള ശ്രമമായിരുന്നു. ഞാൻ അതിൻ്റെ ചോട് കിളച്ചിട്ട് വാഴ ഇങ്ങനെ പിടിച്ച് ഞാൻ ചെരിച്ച് അത് ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് പിടിക്കാൻ നോക്കിയപ്പോൾ ആ വാഴ വന്ന് എൻ്റെ ദേഹത്തേക്ക് വീണ് ഞാൻ അവിടെ മലർന്നടിച്ച് മലർന്ന് അവിടെ വീണ് എൻ്റെ തല ആ മതിലേൽ ഇടിക്കേണ്ടതായിരുന്നു. എന്തോ അത്ഭുതം, തൊട്ട് ചേർന്നാണ്. എൻ്റെ തല അവിടെ ഇടിക്കാതെ ഞാൻ അവിടെ അങ്ങ് ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ അങ്ങ് കുത്തി അവിടെ വീണു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു നടുവിനൽപ്പം വേദന തോന്നിയെന്നല്ലാതെ ഒരു കുഴപ്പവും അതുകൊണ്ട് വന്നില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ആ സംഭവം കഴിഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറ് വിളിക്കുകയാണ്. സാറ് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്തുണ്ട് വിശേഷം? ഞാൻ പറഞ്ഞു, ഒരു വിശേഷമില്ല ചായ, ഞങ്ങൾ വിളിക്കുന്നത്, ഒരു വിശേഷമില്ല ചായ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വിശേഷമില്ല, സുഖമാണല്ലോ അല്ലേ? അതെ. അപ്പോൾ എന്നെ രാവിലെ വിളിച്ചതാണ്, എന്നെ സാറ് രാവിലെ വിളിച്ചതാണ്. അപ്പോൾ വിളിക്കാൻ യാതൊരു സാധ്യതയില്ല, ഒരാവശ്യവുമില്ല. പക്ഷേ വിളിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ വലിയൊരു കെടുതി അവിടെ വരാൻ പോകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദേവദാസന് കാണിച്ചു കൊടുത്തു. അവിടെ സംഭവിക്കേണ്ട ഒരു കാര്യം, വലിയൊരു കാര്യം പിശാച് ഒരുക്കിയ വലിയൊരു കെണിയായിരുന്നു. അത് ദേവദാസന് വെളിപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് എന്നെ വിളിച്ചത് അതിൻ്റെ അവസ്ഥ അറിയാനാണ്, എനിക്കെല്ലാം പറ്റുമോ എന്ന് അറിയാനാണ് വിളിച്ചത്. ഞാൻ ആ കാര്യം പറഞ്ഞില്ല, പക്ഷേ പ്രിയപ്പെട്ടവരെ, എനിക്കത് മനസ്സിലായി. അതുപോലെ അനേക സംഭവങ്ങൾ. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ നല്ല ആത്മാവ് നമ്മെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ എവിടെയാണ് എനിക്ക് അപകടം പിശാച് ഒരുക്കിയിരിക്കുന്നതെന്ന് എൻ്റെ കർത്താവ് കാണുന്നു. അത് കർത്താവ് കണ്ടിട്ട് ആ വലിയ അപകടം നമുക്ക് വേണ്ടി ഒഴിവാക്കി തരുന്നു. രാത്രിയിൽ നടന്നു പോകുമ്പോൾ, ഒരു നാട്ടുവഴിക്കോടെ നടന്നു പോകുമ്പോൾ ഒരു മൂർഖൻ പാമ്പ് വഴിയിൽ വട്ടം കിടക്കുന്നു. ഇരുട്ടാണ്, കാണാൻ വയ്യ. പക്ഷേ ആ സമയത്ത് ഞാൻ അങ്ങോട്ട് അടുക്കാറായപ്പോഴത്തേക്ക് ഒരു സ്കൂട്ടർ യാത്രക്കാരൻ വരുന്നു. സ്കൂട്ടർ യാത്രക്കാരൻ പുറകിൽ നിന്ന് വരുന്നു. അപ്പോൾ ആ ലൈറ്റ് അടിച്ചപ്പോഴാണ് ഈ പാമ്പിനെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആ പാമ്പിൻ്റെ അടുത്ത് ചെന്ന് അതിനെ ചവിട്ടുന്നതിന് മുമ്പേ ആ വെളിച്ചം കണ്ടു. സ്കൂട്ടർ യാത്രക്കാരനും നിർത്തി,
നടന്നുപോയ ഞാനും നിന്നു. എൻ്റെ അനുഭവമായി പറയുന്നത് എന്താണ് കാരണം? ഞാൻ ഓർക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്നെ കാണുന്നു. എൻ്റെ ഓരോ വഴികളെ അവൻ സൂക്ഷിച്ചു നോക്കുന്നു. അവൻ്റെ ദൃഷ്ടി എപ്പോഴും എൻ്റെ മേലിരിക്കുന്നുണ്ട്. ഒരു ദൈവവേദനാണോ നീ? യേശുവിനോട് സ്നേഹമുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നുണ്ടോ? ക്രിസ്തു നിൻ്റെ രക്ഷകനാണെന്ന് നീ അംഗീകരിക്കുന്നുണ്ടോ? നിൻ്റെ എല്ലാ നന്മയ്ക്കും വേണ്ടി ജാഗരിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, നിനക്ക് ഏറ്റവും നല്ലത് തരാൻ വേണ്ടി ജാഗരിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നീ വിശ്വസിച്ച് യേശുവിനോട് പറ്റിച്ചേർന്നാണോ നിൽക്കുന്നത്? നിന്നെ അവനൊരു നാളും കൈവിടുകയില്ല. ദൈവത്തിലേ നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. യേശു നിൻ്റെ കാര്യം നോക്കും. ഹല്ലേലൂയ. നീ യേശുവിൻ്റെ കാര്യം നോക്കിയാൽ, യേശുവിന് നിന്നെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്താൽ നിൻ്റെ കാര്യം എൻ്റെ യേശു നോക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അങ്ങനെ ഈ യോശുവ മഹാപുരോഹിതൻ അവിടെ നിൽക്കുമ്പോൾ അവൻ്റെ അവസ്ഥ കണ്ട് പിശാചും വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവിടെ വന്നു. ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് യോശുവയുടെ അവസ്ഥ കണ്ടിട്ട് അവിടെ ഇടപെടുകയാണ്. യോശുവയ്ക്ക് വേണ്ടി ഇടപെടുകയാണ്. നമുക്ക് വായിക്കാം, 1-ാമത്തെ വാക്യം വീണ്ടും വായിക്കാം. അനന്തരം അവൻ, എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന് മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭർസിക്കുന്നു. യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭർസിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. പിശാച് അവകാശം പറയാൻ ചെന്നു, ഒരു ചെറിയ പാപം കൊണ്ടുണ്ട്. പക്ഷേ കർത്താവ് ഇടപെട്ടു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ? ദൈവത്തിൻ്റെ സ്തോത്രം. തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലയോ? ദൈവത്തിൻ്റെ സ്തോത്രം. എ ബേണിംഗ് സ്റ്റിക്ക് പുൾഡ് ഔട്ട് ഓഫ് ദി ഫയർ. എ ബേണിംഗ് സ്റ്റിക്ക് പുൾഡ് ഔട്ട് ഓഫ് ദി ഫയർ. ദൈവത്തിൻ്റെ സ്തോത്രം. അവൻ്റെ അനേക നന്മകൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണുന്ന നന്മകൾ, ദൈവത്തോടുള്ള അവൻ്റെ സ്നേഹവും വിശ്വാസവും ആശ്രയവും ദൈവം കണ്ടു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവം തക്ക സമയത്ത് യോശുവയ്ക്ക് വേണ്ടി ഇടപെടുകയാണ്. പിശാചിനെ ഭത്സിക്കുകയാണ്. ഐ റെബ്യൂക്ക് യു. ദൈവത്തിന് സ്തോത്രം. ഓ സൈറ്റൻ, ഐ റെബ്യൂക്ക് യു. ദ ലോർഡ്, ഞാൻ ദൈവമായ കർത്താവ് നിന്നെ ഞാൻ ഭത്സിക്കുന്നു. പിന്നെ പിശാചിനവിടെ നിൽക്കാൻ ഒക്കൂ. ദൈവത്തിന് സ്തോത്രം. പിന്നെ കർത്താവ് എന്താ പറഞ്ഞത്? അവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രങ്ങൾ നീക്കിക്കളവിൻ. ഈ മുഷിഞ്ഞ വസ്ത്രം നീക്കാൻ കർത്താവിന് സാധിക്കുമല്ലോ. കർത്താവിൻ്റെ രക്തത്തിന് കഴുകാൻ പറ്റാത്ത ഒരു പാപവുമില്ലല്ലോ. എൻ്റെ ദൈവമേ, എത്രമാത്രം എൻ്റെ പാവങ്ങൾ എത്ര കടിഞ്ഞുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും. ദൈവത്തിന് സ്തോത്രം. അത് പഞ്ഞുപോലെ ആയിത്തീരും. രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞുപോലെ ആയിത്തീരുമെന്ന് കർത്താവിൻ്റെ വചനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. കർത്താവിനോട് സ്നേഹമുണ്ടോ? ദൈവവേദലേ, നിൻ്റെ ഉള്ളിൽ യേശുവിനോട് സ്നേഹമുണ്ടോ? ഹല്ലേലൂയ. ആ സ്നേഹം കത്തിക്കൊണ്ട് നിന്നാൽ നിൻ്റെ അനേക പാപങ്ങളും തട്ടിപ്പോവും. നീ പാപിയാണ്, ശരി, എല്ലാവരും പാപികളല്ലേ. പക്ഷേ ദൈവത്തോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ, ആ സ്നേഹം നിൻ്റെ ഉള്ളിൽ യേശുവിനോടുള്ള സ്നേഹം കത്തുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിനെ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവവേദലേ, നിൻ്റെ പാവം അങ്ങ് കത്തിപ്പോവും. ദൈവസന്നിധിയിൽ അത് വിലപ്പോവില്ല. പിശാച് അവകാശം പറഞ്ഞാലും കർത്താവ് പിശാചിനെ ഫൽസിച്ചകറ്റും. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ? കർത്താവിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. തന്നെയല്ല, മുഷിഞ്ഞ വസ്ത്രം അവങ്ങൾ നീക്കുവിൻ, അവൻ്റെ അഴുക്ക് കഴുകിക്കളയുവിൻ. ഭൂഷിഞ്ഞ വസ്ത്രം നീക്കി അവനെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്ങൾ നീക്കിക്കളവിൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിൻ്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. മാത്രമല്ല, അവൻ്റെ തലയിൽ വെടുപ്പുള്ള ഒരു മുടി വെക്കട്ടെ എന്നവൻ കൽപ്പിച്ചു. അങ്ങനെ അവർ അവൻ്റെ തലയിൽ വെടുപ്പുള്ള ഒരു മുടി വെച്ചു, അവനെ വസ്ത്രം ധരിപ്പിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്ക് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവേ, ഇന്ന് ഞാൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. ഈ വചനം കേൾക്കുമ്പോൾ കർത്താവേ, ഒരുപാട് എൻ്റെ വസ്ത്രം മുഷിഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിത വസ്ത്രം ഒരുപാട് മുഷിഞ്ഞിട്ടുണ്ട് കർത്താവേ. ഞാൻ മൂലം അനേകർക്ക് വേദന വന്നിട്ടുണ്ട് കർത്താവേ. അനേകർക്ക് ഞാൻ എൻ്റെ പ്രവൃത്തി കൊണ്ടും എൻ്റെ വാക്കുകൊണ്ടും അനേകരെ ഉള്ളത്തെ ഞാൻ കീറി മുറിച്ചിട്ടുണ്ട് കർത്താവേ. ദൈവമേ, എന്നോട് മനസ്സറിയണമേ. ദൈവമേ, ഞാൻ നിന്നെ അവിശ്വസിച്ചു പോയി.
നിൻ്റെ വചനം അവിശ്വസിച്ച് പോയി. പലപ്പോഴും പരിശുദ്ധാത്മാവിനെ ഞാൻ കർത്താവെ ദുഃഖിപ്പിച്ചു പോയി. പരിശുദ്ധാത്മാവിൻ്റെ വഴികളെ ചോദ്യം ചെയ്തു പോയി. പരിശുദ്ധാത്മാവിനെ ധിക്കരിച്ച് ഞാൻ മാറിപ്പോയി. കർത്താവെ, ഞാൻ അകലം വിട്ടുപോയി. കർത്താവെ, എന്നോട് ക്ഷമിക്കണമേ. നിങ്ങൾ കരഞ്ഞ് നിങ്ങൾ കരയൂ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഉള്ള എന്തുമാത്രം വേദനിച്ചുവോ അതിനേക്കാൾ കൂടുതൽ നിൻ്റെ കണ്ണുനീരാ തൃപ്പാത്തിൽ വീഴട്ടെ. ഹാലലിയ. നിൻ്റെ കണ്ണുനീരെൻ്റെ കർത്താവിൻ്റെ തൃപ്പാത്തിൽ വീഴട്ടെ. നിനക്ക് വേണ്ടി കാര്യനിർമ്മാണികളാൽ തകർക്കപ്പെട്ട തൃപ്പാദത്തിലേക്ക് നിന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നിന്റെ സകല പാപങ്ങളും അവനോട് ഏറ്റുപറയുവിൻ. നിന്റെ ഉള്ളം യേശുവിന് മുമ്പിൽ പകരുവിൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവ് പിശാചിനെ പലിശിക്കും. വെടിപ്പുള്ള ഒരു മുടി അവൻ്റെ തലയിൽ വെക്കട്ടെ എന്ന് പറഞ്ഞു. ഹാലലിയ. ദൈവത്തിന് സ്തോത്രം. കിരീടം ധരിപ്പിക്കുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. പാപിയുടെ ഭൂഷണ വസ്ത്രം മാറ്റി ഉത്സവ വസ്ത്രം ധരിപ്പിക്കുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. കല്യാണ വസ്ത്രം, ഉത്സവ വസ്ത്രം, എല്ലാ നീതിയിൻ വസ്ത്രം എല്ലാം പ്രിയപ്പെട്ടവരെ അത് വലിയൊരു വിഷയമാണ്. നീതിയിൻ വസ്ത്രം, കർത്താവിൻ്റെ തിരുരക്തത്താലുള്ള സൗജന്യമായ നീതീകരണം, വിശ്വാസത്താലുള്ള നീതീകരണം, കർത്താവിൻ്റെ ക്രൂശമരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവേ നീ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ജീവിതം എന്നേക്കുമായ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ, മേലിൽ പാപം ചെയ്യില്ല എന്ന് തീരുമാനിക്കുമ്പോൾ, ഒരിക്കലും പാപം ചെയ്യാത്തവനെ പോലെ നീതിയുടെ വസ്ത്രം നമ്മെ ധരിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നീതിയുടെ വസ്ത്രം, കല്യാണ വസ്ത്രം, ഉത്സവ വസ്ത്രം, ദൈവത്തിൻ്റെ സ്തോത്രം, വിചിത്ര വസ്ത്രം, പലതരം വസ്ത്രങ്ങൾ ദൈവവചനത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനത് വായിച്ചിട്ടുണ്ട്. ദൈവദാസൻ്റെ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നും പറയാൻ ഞാൻ മുതിരുന്നില്ല, എനിക്ക് കഴിവില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം അറിയാം. കണ്ണുനീര് കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവം പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അവന് ഹോളി അവൈലബിളായിട്ട് എൻ്റെ കർത്താവിന് പൂർണ്ണമായി ലഭ്യമാകത്തക്ക രീതിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ കർത്താവിന് നിന്നെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുവാൻ തക്കവണ്ണം നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കുമെങ്കിൽ, സമർപ്പിക്കുമെങ്കിൽ, എൻ്റെ കർത്താവ് ഒരു നീതിയുടെ അങ്കി നിന്നെ ഇടിവിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരിക്കലും പാപം ചെയ്യാത്തവനെ പോലെ, ഒരു പാപവും പുറമേ കാണാൻ പാടില്ലാത്ത മാതിരി, പിശാച് നോക്കിയാൽ ഒരു പാപവും ഇല്ല എന്ന് കാണത്തക്ക രീതിയിൽ നിന്നെ നീതിയുടെ വസ്ത്രം ധരിപ്പിക്കാൻ എൻ്റെ കർത്താവ് കരളലിവേറുന്ന ദൈവമാണ്, മനസ്സലിവുള്ള ദൈവമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അവൻ്റെ കരുണാസമുദ്രത്തിൻ്റെ വലുപ്പത്തെങ്കിൽ നമ്മുടെ പാപങ്ങൾ അസംഖ്യമെങ്കിലും അത് ചെളിയുടെ ഒരു തുള്ളി പോലെ മാത്രം ഇരിക്കുന്നുവെന്ന് പിതാക്കന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, യേശു എത്ര സ്നേഹം, യേശു എത്ര വലിയവൻ, യേശു എത്ര കരുണയാണ്, യേശു എത്ര മനസ്സലിയുള്ളവൻ നിങ്ങൾ അനുഭവിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ പാവങ്ങൾ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ അനേകം നാളുകൾ ദൈവമേ എൻ്റെ പാവങ്ങളെല്ലാം അനേക പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ കരഞ്ഞ് എൻ്റെ ദൈവം എനിക്ക് വിടുതൽ തന്നത് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഇന്നും എൻ്റെ കണ്ണുനീര് വറ്റിയിട്ടില്ല. ഞാൻ നല്ലവനായി ഇതെല്ലാം തികഞ്ഞവനായി നിൽക്കുകയല്ല നിങ്ങളുടെ മുമ്പിൽ. ഞാൻ അരിഷ്ടഭാവിയായി എൻ്റെ കർത്താവിൻ്റെ തിരുമുമ്പാകെ നിൽക്കുകയാണ്. പക്ഷേ എനിക്കൊന്നറിയാം, എൻ്റെ യേശുവിനെ സ്നേഹമാണ്, എൻ്റെ യേശുവിനെ സ്നേഹമാണ്. യേശു എന്നെ കരുതുന്നുണ്ട്. യേശു എൻ്റെ രക്ഷകനാണ്. ഈ ചങ്കിനകത്ത് അവനെ ഞാൻ പേറിക്കൊണ്ടാണ് നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതാണ് എൻ്റെ യോഗ്യത. എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിൻ്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. യഹോവ അങ്ങനെ അവർ അവൻ്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെച്ചു, അവനെ വസ്ത്രം ധരിപ്പിച്ചു. യഹോവയുടെ ദൂതനോ അടുക്കെ നിൽക്കുകയായിരുന്നു. യഹോവയുടെ ദൂതനോ യോശുവയോട് സാക്ഷീകരിച്ചു എന്നാൽ, സൈന്യങ്ങളുടെ യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. മഹാപുരോഹിതനായ യോശുവേ, നീ നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിൻ്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുവിൻ. അവർ അത്ഭുത ലക്ഷണ പുരുഷന്മാരല്ലോ. ഞാൻ എൻ്റെ ദാസനായ മുള എന്നവനെ വരുത്തും. പ്രിയപ്പെട്ടവരെ, യേശുവിനെക്കുറിച്ച് പിന്നീട് വരുവാണ്. യേശുവിനെക്കുറിച്ചുള്ള പ്രവചനം അവിടെ വരികയാണ്. എൻ്റെ ദാസനായ മുള, ദൈവത്തിന് സ്തോത്രം, അത് യേശുവിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത്? ഞാൻ ഈ നിൽക്കുന്നവരുടെ ഇടയിൽ നിനക്ക് ആഗമനം അനുവദിക്കുമെന്ന് യോശുവയോട് പറയുകയാണ്. യോശുവ മഹാപുരോഹിതനോട് പറയുകയാണ്, ഈ വെളുപ്പുള്ള മുടി നിന്റെ തലയിലിരിക്കുമ്പോൾ, ഈ വസ്ത്രം നിന്നെ ധരിപ്പിച്ചിരിക്കുമ്പോൾ, ഈ നീതീകരണത്തിൻ്റെ വസ്ത്രം നിന്നെ സ്വർഗം ധരിപ്പിക്കുമ്പോൾ,
ഓ എൻ്റെ ദൈവമേ, നന്ദിയോടെ സ്തോത്രം. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിൻ്റെ രക്തത്താൽ വലയം ചെയ്യപ്പെട്ട ഒരു പാപിയുടെ അവസ്ഥയാണത്. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം വലയം ചെയ്യുന്നു. വിശ്വസിക്കുമ്പോൾ കർത്താവേ നീ എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് വിശ്വസിച്ചുകൊണ്ട്, യേശുവേ ആ തിരുരക്തം കൊണ്ട് ഇപ്പോൾ എന്നെ കഴുകി ആ തിരുരക്തം എനിക്ക് ചുറ്റും വലയമാക്കി നിർത്തണമേ, ആ രക്തവലയത്തിൽ എന്നെ കാക്കണമേ എന്ന് നിങ്ങൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, ആശ്രയത്തോടെ പ്രാർത്ഥിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ആ വസ്ത്രം നിനക്ക് കിട്ടും. ആ നീതിയുടെ വസ്ത്രം നിനക്ക് കിട്ടും. ആ ഉത്സവ വസ്ത്രം നിന്നെ സ്വർഗം ധരിപ്പിക്കും. നിന്നെ ഓരോ നിമിഷവും നിന്നെ കഴുകിക്കൊണ്ടിരിക്കും. ഉത്സവ വസ്ത്രം ധരിപ്പിക്കും. ഹല്ലേലൂയ. തലയിൽ വെടുപ്പുള്ള ഒരു മുടി വയ്ക്കും. അങ്ങനെ വന്നാൽ, അങ്ങനെ അനുഭവം കിട്ടിയാൽ നിനക്ക് സ്വർഗരാജ്യത്തിൻ്റെ അവകാശം കിട്ടും. ഈ നിൽക്കുന്നവരുടെ ഇടയിൽ നിനക്ക് ആഗമനം അനുവദിക്കും. ഈ നിൽക്കുന്നവരാരാണ്? സ്വർഗത്തിലെ ദൂതന്മാർ അവിടെ നിൽക്കുകയാണ്. സ്വർഗത്തിലെ ദൂതന്മാർ അവിടെ ചുറ്റും നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ വലിയ കാഴ്ചയാണ് സഖറിയ പ്രവാചകൻ കാണുന്നത്. ഓ, യോശുവായെ നീതീകരിക്കാൻ സ്വർഗം അധ്വാനിക്കുകയാണ്. ഹല്ലേലൂയ. യോശുവായെ നീതീകരിക്കാൻ സ്വർഗത്തിലെ സ്നേഹം ഇടപെടുകയാണ്. അവരെ നീതീകരിക്കുകയാണ്. അവരെ ഉത്സവം ധരിപ്പിക്കുകയാണ്. വെടുപ്പുള്ള മുടി അവന് തലമേൽ വയ്ക്കുകയാണ്. അങ്ങനെ ഈ നിൽക്കുന്ന അത്ഭുത ലക്ഷണ പുരുഷന്മാർ സ്വർഗത്തിലെ മാലാഹമാരെ കുറിച്ചാണ് പറയുന്നത്. സ്വർഗീയ ദൂതന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഓ, ഇവർ അത്ഭുത ലക്ഷണ പുരുഷന്മാരാണ്. അവരുടെ കൂടെ സ്വർഗത്തിൽ നിനക്ക് ഞാൻ ആഗമനം അനുവദിക്കും, നിന്നെ സ്വർഗത്തിലിരുത്തുമെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇപ്രകാരമുള്ള വാഗ്ദത്തങ്ങൾ നാം പ്രാപിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വാഗ്ദത്തങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ നിൻ്റെ പേര് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നുവെന്ന് നിനക്ക് വാഗ്ദത്തം കിട്ടിയിട്ടില്ലേ? ഓ, നീ എൻ്റെ വചനങ്ങളെ അനുസരിച്ച് എനിക്ക് വേണ്ടി വേല ചെയ്താൽ, എനിക്ക് വേണ്ടി ഈ ലോകത്തിൽ എന്നെ സാക്ഷിയായി നിന്നാൽ, ഞാൻ നിൻ്റെ കാര്യം ഏറ്റെടുക്കും, നിൻ്റെ മക്കളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഇതെല്ലാം കർത്താവ് കൽപ്പിച്ചിട്ടില്ലേ? പ്രിയപ്പെട്ട അനേകരെ കേൾക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്നോട് എൻ്റെ കർത്താവ് സ്നേഹത്തോടെ വാത്സല്യത്തോടെ അള്ളിച്ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. നിന്റെ മക്കളുടെ കാര്യം നോക്കിക്കൊള്ളാം, നീ എൻ്റെ സാക്ഷിയായി ദേശം ദേശമായി നിൽക്കണമെന്ന് എൻ്റെ കർത്താവ് എന്നോട് അരുളിച്ചെയ്തു. ഇന്ന് ഞാൻ എപ്പോഴും ഓർത്തെൻ്റെ കർത്താവിനെ സ്തുതിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ നിന്നു എന്നല്ല പറയുന്നത്, പക്ഷേ ഇന്നും ആ സ്നേഹം എന്നെ വലയം ചെയ്യുന്നുണ്ട്. ആ തിരുരക്തം എന്നെ വലയം ചെയ്യുന്നുണ്ട്. എൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കണ്ണീരൊഴുക്കുമ്പോൾ ആ തൃക്കരം എന്നെ തലോടുന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമത്വപ്പെടട്ടെ. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മെ സൗജന്യമായി നീതീകരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നീതീകരണം കിട്ടും. നീതിയും വസ്ത്രം കിട്ടാനുള്ള വഴി അതാണ്. പ്രിയപ്പെട്ടവരെ, ആത്മാവ് ബലഹീനതയ്ക്ക് തുണ നിൽക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥത യാചിക്കും. ദ സ്പിരിറ്റ് പ്ലീഡ്സ് ഫോർ us ഇൻ ഹാർമണി വിത്ത് ഗോഡ്സ് ഓൺ വിൽ. നിൻ്റെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരും. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നിന്നു കൊടുത്താൽ, നീ തേജസ്സിൻ്റെ വസ്ത്രം പ്രാപിച്ചാൽ, നീതിയുടെ വസ്ത്രം പ്രാപിച്ചാൽ, പരിശുദ്ധാത്മാവ് നിൻ്റെ കാര്യം ഏറ്റെടുക്കും. ദൈവം നിൻ്റെ കാര്യം ഏറ്റെടുക്കും. ദ ഹോളി സ്പിരിറ്റ് പ്ലീഡ്സ് ഫോർ us. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. ഇൻ ഹാർമണി വിത്ത് ഗോഡ്സ് ഓൺ വിൽ. എന്താണ്? വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്യുന്നത്. ഹല്ലേലൂയ. നിന്നെക്കുറിച്ച് ദൈവവേദനയെ, നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ഏതാണോ, ദൈവത്തിൻ്റെ പദ്ധതി എന്താണോ, ആ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ്, ആ പദ്ധതിയുമായി യോജ്യമായ രീതിയിലാണ് പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. ദൈവമേ, നന്ദിയോടെ സ്തോത്രം. നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് നാശം വന്ന് കാണാൻ നീ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും പരിശുദ്ധാത്മാവ് നിനക്ക് കൂട്ട് നിൽക്കുകയില്ല. പരിശുദ്ധാത്മാവ് ഒരിക്കലും അതിന് വേണ്ടി നിനക്ക് ഇട നിൽക്കുകയില്ല. അത് നിനക്ക് തന്നെ പാപമായി എണ്ണപ്പെടും, ദോഷമായി എണ്ണപ്പെടും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നീ എപ്പോഴും ദൈവത്തിൻ്റെ ഹിതപ്രകാരം, പരിശുദ്ധാത്മാവ് ദൈവഹിതപ്രകാരം നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്തും എന്ന് ഓർത്തുകൊള്ളുക. നിനക്ക് ഏറ്റവും നല്ലത് അവൻ തരും. സ്വർഗരാജ്യത്തിൻ്റെ അവകാശം തരും. നിന്നെ അവൻ കരുതും, നിന്നെ അവൻ സ്നേഹിക്കും, നിന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും. ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കാനുള്ള ആ ശക്തി നിനക്ക് തരും, ആ കൃപ നിനക്ക് തരും. നീ ഒരു പുതിയ സൃഷ്ടിയായി മാറും. ദൈവത്തിന് സ്തോത്രം. വേണോ പ്രിയപ്പെട്ടവർ? നിങ്ങൾക്ക് ഈ വലിയ ശക്തി അനുഭവിക്കണമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്
ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് വചനപ്രകാരം ജീവിപ്പാനുള്ള നിർണയം നിൻ്റെ ജീവിതത്തിലുണ്ടോ? യേശുവിനോട് നിന്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കണ്ണീരൊഴുക്കിയ തൃപ്പാത് കഴുകുവാൻ നിനക്ക് മനസ്സുണ്ടോ? അങ്ങനെ തീരുമാനം നിനക്ക് ഇപ്പോൾ വരുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ പൊന്നു കർത്താവ്, ജീവനുള്ള ദൈവം കർത്താവായ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി തിരുരക്തം ഊറ്റി തന്നവൻ, നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നവൻ, മോനെ നിന്നെ സ്നേഹിച്ചുകൊണ്ട്, മോളെ നിന്നെ സ്നേഹിച്ചുകൊണ്ട്, നിന്നെ നീതീകരിക്കുവാൻ, നിന്റെ പാപം കഴുകി തരുവാൻ, നിന്നെ ശുദ്ധീകരിക്കുവാൻ, നിന്നെ തന്നെ മാറോടടയ്ക്കുവാൻ അവനിതാ നിന്റെ അടുക്കിലേക്ക് വരികയാണ്. അവൻ്റെ കരം നിന്നെ നേരെ നീട്ടുന്നുണ്ട്. ദൈവവൈതലേ, നിന്റെ ആവശ്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ തയ്യാറായി നിൽക്കുകയാണ്. ഒരു കാര്യം മാത്രം മോനെ നീ ചെയ്യുക, നിന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരും. നിന്റെ രോഗം മാറും, നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം അവൻ ഏറ്റെടുക്കും, നിന്റെ കുടുംബത്തിന് സമാധാനം തരും, നിന്റെ കടബാധ്യതകൾ എൻ്റെ കർത്താവ് ഏറ്റെടുക്കും. ഹല്ലേലൂയ. ഒരു കാര്യം മാത്രം ചെയ്യൂ മോനെ, നീ പൂർണ്ണ മനസ്സോടെ പൂർണ്ണമായി നിന്നെ തന്നെ അവൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. നിന്റെ പാപങ്ങളെല്ലാം ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ഇടുക, നിന്നെ തന്നെ സമർപ്പിക്കുക. നിന്റെ ഒരു പാപം പോലും ബാക്കി വയ്ക്കാതെ എല്ലാം ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ഇട്ടിട്ട് കർത്താവേ എന്നോട് കരുണ തോന്നണമേ. നിലവിളിക്കൂ പ്രിയരെ, മനസ്സലിയുള്ള കർത്താവല്ലേ, രക്തം ഊറ്റി തന്നവനല്ലേ വന്നത്, കൈകളിൽ നിന്ന് ആ തൃക്കരങ്ങളിൽ നിന്ന് രക്തം ഒഴുകി വരുന്നില്ലേ? അവനോട് യാചിക്കൂ, യേശുവേ ആ തിരുരക്തം ഇപ്പോൾ എൻ്റെ മേൽ വീഴിക്കണമേ, എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ മുദ്രയിടണമേ, എന്നെ നിന്നെ മകനാക്കണമേ, എന്നെ നിന്നെ മാറോട് അണയ്ക്കണമേ, എന്നെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാക്കി മാറ്റണമേ, എന്നെ മേൽ സ്നേഹചുംബനം പകരണമേ, എന്നെ മേൽ നിർക്കരം വെക്കണമേ. യേശുവേ അനുഗ്രഹിക്കണമേ. വചനം കേട്ട എല്ലാ മക്കളെയും ഞാൻ അനുഗ്രഹിക്കണം കർത്താവേ. ദൈവമേ, അടികളെ ശുദ്ധീകരിച്ച് നിന്നെ മാറോടണച്ച് വേർത്ത് നിർത്തിക്കൊള്ളണമേ. സകലോടിയങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന പ്രാണപ്രിയനായ യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. സ്തോത്രം.